ഈ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നമ്മൾ ആദ്യം പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്ലൈമാക്സിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പരസ്യ പ്രചാരണത്തിന് കൊടിയിറങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരാണസി ഉൾപ്പെടെ 57 മണ്ഡലങ്ങൾ ശനിയാഴ്ച വിധിയെഴുതും. BJPക്കും പ്രതിപക്ഷത്തിനും ഒരുപോലെ പ്രതീക്ഷ നൽകുന്ന മേഖലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ജൂൺ 4-നാണ് രാജ്യം കാത്തിരിക്കുന്ന വിധി ദിനം. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. രണ്ടര മാസം 7 ഘട്ടങ്ങളിലായി നടന്ന ചൂടേറിയ പ്രചാരണത്തിനാണ് കലാശക്കൊട്ട്. 8 സംസ്ഥാനങ്ങളിലായി 57 മണ്ഡലങ്ങളാണ് അവസാന ഘട്ടത്തിൽ മറ്റന്നാൾ വിധിയെഴുതുക. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസി ഉൾപ്പെടെ BJPയുടെ ശക്തി കേന്ദ്രമായ പൂർവാഞ്ചൽ മേഖലയും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് സ്വാധീനമുള്ള കൊൽക്കത്ത ഉൾപ്പെടുന്ന മേഖലയും മറ്റന്നാൾ വിധിയെഴുതും. സന്ദേശ് ഖാലി ഉൾപ്പെടുന്ന ബാസിർഹട്ട് മണ്ഡലവും മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തും. കർഷക പ്രക്ഷോഭം ആളിക്കത്തുന്ന പഞ്ചാബിലെ 13ഉം ഹിമാചൽ പ്രദേശിലെ മുഴുവൻ സീറ്റുകളിലും മറ്റന്നാളാണ് വോട്ടെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ പഞ്ചാബ്, ഒഡീഷ സംസ്ഥാനങ്ങളിലും പ്രിയങ്ക ഗാന്ധി ഹിമാചലിലും അവസാനഘട്ട പ്രചാരണത്തിനിറങ്ങി. നരേന്ദ്രമോദിയെ വിമർശിച്ച് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രംഗത്തെത്തി. നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിന്റെ അന്തസ്സ് കളഞ്ഞെന്നാണ് പഞ്ചാബിലെ ജനങ്ങൾക്കുള്ള കത്തിൽ മൻമോഹൻ സിംഗ് വിമർശിച്ചത്. 24 ഡൽഹി. തെരഞ്ഞെടുപ്പ് പ്രചാരണം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലെത്തി. 2 ദിവസത്തെ ധ്യാനത്തിനാണ് മോദി എത്തിയത്. നരേന്ദ്രമോദി പെരുമാറ്റച്ചട്ടം ലംഘിക്കുകയാണെന്ന കോൺഗ്രസിന്റെ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വലിയ സുരക്ഷാ വലയത്തിലാണ് കന്യാകുമാരി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ വൈകിട്ട് 5:10 പ്രധാനമന്ത്രി കന്യാകുമാരിയിലെത്തി. PWD ഗസ്റ്റ് ഹൌസിൽ അല്പനേരം ചെലവഴിച്ച ശേഷം കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ ദർശനം. പിന്നീട് പ്രത്യേകം തയ്യാറാക്കിയ ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക്. വിവേകാനന്ദ കേന്ദ്രത്തിൽ അല്പനേരം ചെലവഴിച്ചു. തിരുവള്ളൂർ പ്രതിമയിൽ പുഷ്പാർച്ചന. ഇനി 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഏകാന്ത ധ്യാനം. ഇന്ന് രാത്രിയും നാളെ പകലും രാത്രിയും മറ്റന്നാൾ പകലും പ്രധാനമന്ത്രി ധ്യാനത്തിലായിരിക്കും. മറ്റന്നാൾ വൈകിട്ടോടെ വിവേകാനന്ദ പാറയിൽ നിന്ന് കന്യാകുമാരിയിൽ തിരിച്ചെത്തും. പിന്നെ തിരുവനന്തപുരം വിമാനത്താവളം വഴി ഡൽഹിയിലേക്ക് മടക്കം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് കന്യാകുമാരിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 2000-ഓളം പോലീസുകാരെ 8 ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിൽ വിന്യസിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി തങ്ങുന്ന വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റും നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നിരീക്ഷണം ശക്തമാക്കി. മറ്റന്നാൾ ലോക്സഭയിലേക്ക് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രിയുടെ ധ്യാനം. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളും ഉയരുന്നുണ്ട്. നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസം ദേശീയ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ ശ്രമമാണ് ധ്യാനമെന്നും ഇത് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്നും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. എന്നാൽ ധ്യാനത്തിൽ ഇടപെടാനാകില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ 3 ദിവസത്തെ ഏകാന്ത ധ്യാനം തുടങ്ങി. മറ്റന്നാൾ വൈകിട്ടാണ് ധ്യാനത്തിന് ശേഷം അദ്ദേഹം കന്യാകുമാരി തീരത്തേക്ക് എത്തുക. പ്രധാനമന്ത്രി ധ്യാനം തുടരുമ്പോഴും ഇതേക്കുറിച്ചുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ കൊഴുക്കുകയാണ്. ധ്യാനത്തിന്റെ നേട്ടം തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. കന്യാകുമാരിയിൽ നിന്നും ജിനുവസ് രാജിനും സതീഷ് ബാബുവിനൊപ്പം VA ഗിരീഷ്, 24. മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് സിനിമയിലൂടെയാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിൽ വിവാദം കൊഴുക്കുന്നു. ഗാന്ധിയുടെ പൈതൃകം ലോകം മുഴുവൻ അറിഞ്ഞിട്ടും നരേന്ദ്രമോദി അറിഞ്ഞില്ല എന്നത് ഞെട്ടലുണ്ടാക്കിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പരിഹസിച്ചു. പ്രധാനമന്ത്രിയുടെ പരാമർശം മഹാത്മാഗാന്ധിയെ അവഹേളിക്കുന്നതല്ല എന്നാണ് BJPയുടെ വിശദീകരണം. നരേന്ദ്രമോദിക്ക് ജനാധിപത്യത്തോട് ബഹുമാനമില്ലാത്തത് മഹാത്മാഗാന്ധിയെ അറിയാത്തതുകൊണ്ടാണെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ. ഗോഡ്സെയെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നവരാണ് രാജ്യം ഭരിക്കുന്നതെന്നും കോൺഗ്രസ് അധ്യക്ഷൻ. जो गांधी जी अहिंसा की पॉलिटिक्स करते थे, उन्होंने कभी भी नफरत की
पॉलिटिक्स नहीं की और किसी के ऊपर उनका नफरत नहीं था. 1982 റിച്ചാർഡ് ആറ്റൻബറ സംവിധാനം ചെയ്ത ഗാന്ധി സിനിമ പുറത്തിറങ്ങിയ ശേഷമാണ് മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞതെന്നാണ് പ്രധാനമന്ത്രിയുടെ വിചിത്രവാദം. മാർട്ടിൻ ലൂതർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയും തിരിച്ചറിഞ്ഞ പോലെ ലോകം ഗാന്ധിയെ അറിയാതെ പോയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകം മുഴുവൻ സഞ്ചരിച്ച അനുഭവത്തിൽ നിന്നാണ് താനിത് പറയുന്നതെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ അവകാശവാദം. ഇന്ത്യ മുന്നണിയുടെ മറ്റു ഘടകകക്ഷികളും പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തി. നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. എന്നാൽ മഹാത്മാഗാന്ധിയുടെ പ്രാധാന്യം ലോകം കൂടുതൽ മനസ്സിലാക്കണമെന്ന് വ്യക്തമാക്കുകയായിരുന്നു പ്രധാനമന്ത്രി എന്നാണ് ബിജെപിയുടെ വാദം. 24 ഡൽഹി. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. വാർത്താമഴ. കാലവർഷം കേരളത്തിൽ. കാലവർഷം കേരളത്തിലെത്തി. മൺസൂൺ മഴമേഘങ്ങൾ വടക്കൻ കേരളം വരെ വ്യാപിച്ചു. സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴ തുടരും. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രതീക്ഷിച്ചതിലും ഒരു ദിവസം മുന്നേ കേരളത്തിൽ കാലവർഷമെത്തി. കണ്ണൂർ ജില്ല വരെ നിലവിൽ കാലവർഷം വ്യാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ചക്രവാത ചുഴി രൂപപ്പെട്ടു. കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റും നിലനിൽക്കുന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം പരക്കെ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മധ്യകേരളത്തിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 11 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. നാളെ മുതൽ തിങ്കളാഴ്ച വരെ തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള 12 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നൽകി. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിനു വിലക്കേർപ്പെടുത്തി. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ട്. തിരുവനന്തപുരം വെള്ളായണിയിൽ പറക്കോട്ടുകുളത്തിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. 14 വയസ്സ് വീതം പ്രായമുള്ള ഇഹ്സാൻ, ബിലാൽ എന്നിവരാണ് മരിച്ചത്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സലീമ, ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് വെള്ളം നിറഞ്ഞ ഒരു കുളമായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? വിജയകുമാർ, ഈ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഇഹ്സാന്റെയും ബിലാലിന്റെയും വീടിനടുത്ത് തന്നെയുള്ള ഒരു കുളമാണ് പറക്കോട്ട് കുളം എന്നാണ് പറയുന്നത്. ആ കുളം അവരുടെ വീടിനടുത്താണ്. ആ കുളമെങ്കിലും ഈ കുട്ടികൾ ഇതുവരെയും ആ കുളത്തിൽ പോയി കുളിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് വൈകുന്നേരമാണ് ആ കുളത്തിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കാനായി പോയത്. അതിനിടയിലാണ് സാധാരണഗതിയിൽ മറ്റുള്ളവരൊക്കെ കുളിക്കുന്ന കുളമാണ്, പക്ഷേ ഇവർ ആദ്യമായി കുളിക്കാൻ പോയതിന്റെ പ്രശ്നവും ഒപ്പം തന്നെ ആ വെള്ളം മഴ കൂടി പെയ്ത് നല്ല വെള്ളം ഉണ്ടായിരുന്നു. അതിലാണ് ഈ കുട്ടികൾ മുങ്ങി താഴ്ന്നത്. ഉടൻ തന്നെ അവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെ ഇടപെട്ട് അവരെ കരക്കെത്തിച്ചപ്പോൾ ഈ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നീട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 2 പേരും മരിക്കുകയായിരുന്നു. 2 പേരും 14 വയസ്സുകാരാണ്. ഇഹ്സാൻ, ബിലാൽ എന്നിവരാണ്. രണ്ടുപേരുടെയും മരണം തിരുവനന്തപുരത്തെ PRS ആശുപത്രിയിലായിരുന്നു. അവിടെ വെച്ച് ഈ 2 പേരും മരിച്ചതായി സ്ഥിരീകരിക്കുകയായിരുന്നു. വിജയകുമാർ. യെസ്, അതിദാരുണമായ ഒരു സംഭവമാണ്. അതിൻ്റെ വിവരങ്ങളാണ് സലീം മാലിക് നൽകിയത്. തിരുവനന്തപുരം വെള്ളായണിയിൽ പറക്കോട്ടുകുളത്തിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികളാണ് മുങ്ങി മരിച്ചത്. 14 വയസ്സ് വീതം പ്രായമുള്ള ഇഹ്സാൻ, ബിലാൽ എന്നിവരാണ് ഇന്ന് വൈകുന്നേരം വെള്ളത്തിൽ വീണു മരിച്ചത്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. 1 മണിക്കൂർ മഴയൊന്ന് ആഞ്ഞു പെയ്താൽ കേരളത്തിൻ്റെ വ്യവസായ നഗരി വെള്ളത്തിലമരും. കൊച്ചി കോർപ്പറേഷൻ പരിധിയിലും തൃക്കാക്കര, കളമശ്ശേരി നഗരസഭകളിലും സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. മഴ ഒരൽപ്പം മാറി നിന്നിട്ടും നഗരത്തിലെ വെള്ളക്കെട്ടിന് അറുതിയില്ല. മഴക്കാല മുന്നൊരുക്കങ്ങളിൽ വീഴ്ച വന്നുവെന്ന് കൊച്ചി കോർപ്പറേഷൻ മേയറും നഗരസഭാ ചെയർപേഴ്സൺമാരും ഇന്ന് തുറന്നു സമ്മതിച്ചു. എറണാകുളത്തെ വെള്ളക്കെട്ട് എന്ന് പരിഹരിക്കപ്പെടും? അതൊരു ചോദ്യമാണ്, ആർക്കും ഉത്തരമില്ലാത്ത ചോദ്യം. കാരണം എങ്ങനെ പരിഹരിക്കണമെന്ന് ഒരു ധാരണയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതുവരെയും വന്നു ചേർന്നിട്ടില്ല. കൊച്ചി മെട്രോ, ഹൈക്കോടതി, ഇൻഫോ പാർക്ക്, കിൻഫ്ര, നിരവധി വ്യവസായ സംരംഭങ്ങൾ, ഇങ്ങനെ നീളുന്നു കൊച്ചിയുടെ വളർച്ചാ സൂചിക. പക്ഷേ ഒരൊറ്റ മഴയിൽ ഈ കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങളെല്ലാം വെള്ളത്തിലാകുന്ന കാഴ്ചയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്.
ഇത്തവണയും അതിന് മാറ്റമില്ല. കൊച്ചി നഗരസഭാ പരിധിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ മാറി മാറി വന്ന നഗരസഭാ ഭരണസമിതികൾ യഥേഷ്ടം പരിശ്രമിച്ചു. പകുതി പദ്ധതികളും കടലാസിൽ ഒതുങ്ങി. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ആണ് ഒരൽപ്പം ഫലം കണ്ടത്. പക്ഷേ ഇത്തവണ അതും പാളി. ഞങ്ങൾ തന്നെ ഇപ്പൊ കൊച്ചി തന്നെ നമ്മളൊരു മെയ് 15 മുമ്പ് തീർക്കണം എന്ന് ധരിച്ചത്, പക്ഷെ അത് തീർന്നില്ല. തൃക്കാക്കര, കളമശ്ശേരി നഗരസഭകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. 400-ലധികം വീടുകളാണ് വെള്ളത്തിലായത്. അപ്പോഴും വീഴ്ച അംഗീകരിക്കാൻ കളമശ്ശേരി ചെയർപേഴ്സൺ തയ്യാറല്ല. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമായി നടന്നെന്നാണ് വിശദീകരണം. ഇവിടെ ഞാൻ 1 മാസം മുമ്പ് ആദ്യം ക്ലീനിങ് നടത്തിയതാണ്, പിന്നെ വീണ്ടും രണ്ടാമതൊന്നും കൂടി ക്ലീൻ ചെയ്തതാണ്. കളമശ്ശേരി നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണം കൂടുതൽ നന്നായതുകൊണ്ടാകാം ഈ കാഴ്ചകളൊക്കെ. എടപ്പള്ളി തോട് കഴിയാവുന്നിടത്തോളം ക്ലിയർ ആക്കാനുള്ള പദ്ധതി 2 ദിവസം കൊണ്ട് ചെയ്യണമെന്ന് കരുതുന്നു. ബാക്കി മുനിസിപ്പാലിറ്റി അവരും 2 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് ക്ലീനിങ് നടത്തും. സർക്കാരിനെയും ജനപ്രതിനിധികളെയും മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓടയിലും കാനയിലുമെല്ലാം കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ തനിയെ വന്നടിഞ്ഞതല്ല. ഏതൊക്കെയോ കാലത്ത് ഏതൊക്കെയോ സമയത്ത് ആരും ചോദിച്ചു വരില്ലെന്ന ഉറപ്പിൽ നമ്മൾ തന്നെ വലിച്ചെറിഞ്ഞതാണ്. ജനങ്ങളുടെ പൂർണ്ണ സഹകരണമില്ലാതെ എറണാകുളത്തെ വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷിക്കാനാകില്ല. വെള്ളക്കെട്ട് പരിഹരിക്കാൻ കോടികൾ മുടക്കി പുതിയ പദ്ധതികൾ തയ്യാറാക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ മഴയ്ക്ക് മുമ്പ് മിനിമം തോടുകളെങ്കിലും വൃത്തിയാക്കാനുള്ള മര്യാദ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാണിക്കണം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആദിവാസി ഊരുകളിൽ നിന്നടക്കം നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു. റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയതിന് പിന്നിൽ വാഴച്ചാൽ DFO R ലക്ഷ്മിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ജനകീയ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. റൂബിനെ അർദ്ധരാത്രി കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിക്കുകയും അടിവസ്ത്രത്തിൽ നിർത്തുകയും ചെയ്ത അതിരപ്പള്ളി CI ആൻഡ്രിക് ഗ്രോമിക്കിനെതിരെയും വനം ബീറ്റ് ഓഫീസർ ജാക്സണെതിരെയും നടപടി ആവശ്യപ്പെട്ടായിരുന്നു സമരം. ആദിവാസി ഊരുകളിൽ നിന്നുള്ളവരും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന് ചാലക്കുടി ബസ് സ്റ്റാൻഡിന് സമീപത്തുനിന്ന് ആരംഭിച്ച മാർച്ച് ഡിവൈഎസ്പി ഓഫീസിന് 200 മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. വൻ പോലീസ് സന്നാഹം ഉപയോഗിച്ചാണ് പ്രതിഷേധക്കാരെ നേരിട്ടത്. പിന്നാലെ മാർച്ച് അടിച്ചത്തൊട്ടി കോളനിയിലെ ഊരുമൂപ്പൻ പെരുമാൾ ഉദ്ഘാടനം ചെയ്തു. റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ വാഴച്ചാൽ DFO R ലക്ഷ്മിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ചാലക്കുടി ജനകീയ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഡാമിന്റെ തടാകത്തിൽ കൂടി എല്ലാവർക്കും ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി ചുറ്റി സഞ്ചരിച്ച് കാണുന്നതിന് വേണ്ടി ബോട്ട് വാങ്ങി. ആ ബോട്ടിനെ സംബന്ധിച്ചുള്ള ചരിത്രം കടലാസിൽ എഴുതി അത് രേഖയാക്കി അതിന്മേൽ ഒരു അന്വേഷണം നടത്തി വിജിലൻസ് കേസെടുത്തു. ബോട്ടില്ല, ബോട്ട് കടലാസ് ബോട്ടായി. ബോട്ട് ഡാമിനെ വെള്ളത്തിൽ അരിഞ്ഞുപോയി. ഇതാണ് അവസാന അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആ കേസിലെ പ്രതിയാണ് ലക്ഷ്മി എന്ന് പറയുന്ന DFO. എന്നാൽ റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തത് ചാലക്കുടി DFOയുടെ കീഴിലാണെന്നും അതിനാൽ പ്രതികരിക്കാനില്ലെന്നും R ലക്ഷ്മി 24നോട് പറഞ്ഞു. 24 തൃശൂർ. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മർദ്ദിച്ചതിൽ അന്വേഷണം അട്ടിമറിച്ച തൃശൂർ CCFനോട് വനമന്ത്രി വിശദീകരണം തേടി. നേരിട്ട് അന്വേഷണം നടത്തേണ്ടതിന് പകരം ചാലക്കുടി ഡിവിഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ നൽകിയ റിപ്പോർട്ട് CCF അതേപടി കൈമാറുകയായിരുന്നു. ഇക്കാര്യത്തിലാണ് മന്ത്രി വിശദീകരണം തേടിയത്. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ദീപക്, എന്തൊക്കെയാണ് ഇക്കാര്യത്തിലെ പുതിയ നീക്കങ്ങൾ? മന്ത്രി ഇക്കാര്യത്തിൽ എന്ത് തുടർ നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? വിജയകുമാർ, ഇതിൽ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കൊടുക്കുന്ന ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലാതാക്കാൻ സാധിക്കുമായിരുന്നു. കാരണം ഇത്തരത്തിൽ റൂബിൻ ലാലിനെ തടയുകയും ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന, അതായത് ഒരു കാട്ടുപന്നി വാഹനമിടിച്ച് മരിച്ചതിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് തടയേണ്ട ഒരു കാര്യവുമില്ല. അത് തടയുകയും മൊബൈൽ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഈ ജാക്സണെതിരെ കൃത്യമായൊരു അന്വേഷണം നടത്താനായിരുന്നു ആ വാർത്തകൾ കണ്ട വനം മന്ത്രി അപ്പോൾ തന്നെ നിർദ്ദേശം നൽകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ CCFനെ, അതായത് തൃശ്ശൂരിലെ സെൻട്രൽ സർക്കിൾ
CCFന്റെ ചുമതല വഹിക്കുന്ന കൺസർവേറ്റർ ഡോക്ടർ ആടലരശനായിരുന്നു സർക്കാരിന്റെ നിർദ്ദേശം അടിയന്തരമായ അന്വേഷണം നടത്താൻ. എന്നാൽ അദ്ദേഹം സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ള ഒരു അന്വേഷണം നടത്തിയതേയില്ല എന്ന് മാത്രമല്ല, മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കീഴുദ്യോഗസ്ഥർ നൽകിയ ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടാണെങ്കിൽ അവിടെയുള്ള SIPയിലെ ACFന്റെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് അതേപടി സർക്കാരിലേക്ക് വനം മന്ത്രിക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. വനം മന്ത്രിയുടെ നിർദ്ദേശത്തെ പാടെ അവഗണിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യത്തിലാണ് സർക്കാർ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആടലരശൻ അതായത് കൃത്യമായി ഗുരുതരമായ വീഴ്ചയാണ്, അലംഭാവമാണ്, മന്ത്രിയുടെ നിർദ്ദേശത്തെ അവഗണിക്കലാണ് എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിശദീകരണ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആ നോട്ടീസിന് ആടലരശൻ വിശദീകരണം നൽകേണ്ടി വരും. ചിലപ്പോൾ ഇതിൽ തുടർ നടപടി ഉണ്ടാകാൻ സാധ്യത കുറവായിരിക്കാം. പക്ഷേ ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജാക്സനെ സംരക്ഷിക്കാൻ വേണ്ടി ആടലരശൻ ശ്രമിച്ചു എന്നുള്ളത് സർക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വിശദീകരണ നോട്ടീസ്, ഇങ്ങനെ ഗവൺമെന്റ് തന്നെ വിശദീകരണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഒരു നോട്ടീസ് നൽകിയതിൽ നിന്നും വ്യക്തമാകുന്നത്. വിജയകുമാർ. യെസ്, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. ഫോറസ്റ്റ് ഓഫീസർ റൂബിൻ ലാലിനെ മർദ്ദിച്ചു, അക്കാര്യത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതാണ്, അത് അട്ടിമറിക്കുകയായിരുന്നു തൃശ്ശൂർ CCF ചെയ്തത് എന്ന് വനം വകുപ്പിന് ഏറെക്കുറെ ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാവാം ഇക്കാര്യത്തിൽ ചാലക്കുടി ഡിവിഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ നൽകിയ റിപ്പോർട്ട് CCF ആടലരശൻ അതേപടി കൈമാറി അതിൽ മന്ത്രി വിശദീകരണം തേടിയത്. ഇത്തരമൊരു അട്ടിമറി ഇതിൽ നടന്നുവെന്ന് ബോധ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാകാം എന്നാണ് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മലപ്പുറത്ത് ക്വാറി ഉടമയെ ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ SI അറസ്റ്റിൽ. വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ SI ബിന്ദുലാലാണ് അറസ്റ്റിലായത്. കേസിൽ രണ്ടാം പ്രതിയായ വളാഞ്ചേരി CI സുനിൽ ദാസ് ഒളിവിലാണ്. പോലീസ് ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും ചേർന്ന് 22 ലക്ഷം രൂപയാണ് ക്വാറി ഉടമയിൽ നിന്ന് തട്ടിയത്. വളാഞ്ചേരി SHO സുനിൽ ദാസ് 8 ലക്ഷം രൂപയും SI ബിന്ദുലാൽ 10 ലക്ഷം രൂപയുമാണ് തട്ടിയെടുത്തത്. ഇടനിലക്കാരൻ 4 ലക്ഷം രൂപയും കൈപ്പറ്റി. തിരൂർ സ്വദേശിയായ ക്വാറി ഉടമയിൽ നിന്ന് ആകെ 22 ലക്ഷം രൂപ സംഘം തട്ടിയെടുത്തു. സംഭവത്തിൽ SI ബിന്ദുലാൽ, ഇടനിലക്കാരൻ അസൈനാർ എന്നിവരെ തിരൂർ DYSP അറസ്റ്റ് ചെയ്തു. CI സുനിൽദാസ് ഒളിവിലാണ്. കഴിഞ്ഞ മാർച്ചിൽ ക്വാറിയിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളുമായി വളാഞ്ചേരിയിൽ 3 പേർ അറസ്റ്റിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ക്വാറി ഉടമയെ വിളിച്ചുവരുത്തി കേസിൽ പ്രതി ചേർത്ത് ജയിലിലടക്കുമെന്നും അല്ലെങ്കിൽ പണം നൽകണമെന്നും പോലീസ് ആവശ്യപ്പെട്ടത്. അസൈനാർ മുഖേനയാണ് ഇടപാടുകൾ നടത്തിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടിയെടുത്തത്. 24 തിരൂർ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയുടെ പേരിൽ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലുള്ള അക്കൗണ്ടിനെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഹർജികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നതിനാൽ ഹർജിയിലെ ആവശ്യത്തിന് പ്രസക്തിയില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അന്വേഷണം കഴിഞ്ഞിട്ടും പരാതി ഉണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കോടതി ഉത്തരവ് പ്രകാരമുള്ള SFIO അന്വേഷണത്തിന്റെ ഭാഗമായി പണമിടപാടും പരിശോധിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. വീണ വിജയനും ബന്ധു M സുനീഷുമാണ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതെന്ന് തനിക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഹൈക്കോടതിയിൽ നൽകിയ ഉപഹർജിയിൽ ഷോൺ ജോർജ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നതിനാൽ ഹർജിയിലെ ആവശ്യത്തിന് പ്രസക്തിയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അന്വേഷണം കഴിഞ്ഞിട്ടും പരാതിയുണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മാസപ്പടി കേസിൽ നൽകിയ ഹർജിയുടെ ഭാഗമായിട്ടായിരുന്നു ഉപഹർജി. വിവാദ കമ്പനികളായ SNC ലാവലിൻ, PWC എന്നിവയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അബുദാബിയിലെ അക്കൗണ്ടിലെത്തിയെന്നാണ് ഷോൺ ജോർജ് ആരോപിച്ചത്. അതേസമയം SFIO അന്വേഷണത്തെ ചോദ്യം ചെയ്ത് KSIDC നൽകിയ ഹർജി ജൂലൈ 15 മാറ്റി. 24 കൊച്ചി. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധമില്ലെന്ന് ദുബായിലെ എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനി. SNC ലാവലിൻ, PWC എന്നീ കമ്പനികളുമായി ഇടപാടുകളൊന്നുമില്ല. പ്രധാനപ്പെട്ട ഏതെങ്കിലും സ്ഥാനത്ത് വീണ, സുനീഷ് എന്നീ പേരുകളിൽ ആരുമില്ലെന്നും എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനി സഹസ്ഥാപകൻ സസൂൺ സാദിഖ്, നവീൻ കുമാർ എന്നിവർ വിശദീകരിച്ചു. നമുക്ക് ഒരു ബന്ധവുമില്ല ഈ പറയുന്ന ആൾക്കാരുമായിട്ട്. നമ്മുടെ ക്ലയന്റ് ലിസ്റ്റിൽ ഈ രണ്ടുപേരും നമ്മുടെ ക്ലയന്റ് അല്ല. ഇതുവരെ അവരുമായിട്ട് ഒരു ബിസിനസ്സും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇന്നലെ വന്ന ന്യൂസ് ക്ലിപ്സ്, ഒരു 2-3 ക്ലിപ്സ് നമ്മൾ കണ്ടു. അതിൽ നമ്മുടെ പേരും മറ്റ് ആൾക്കാരുടെ പേരും ചേർത്ത് പറഞ്ഞിരുന്നു. എക്സാലോജിക് കൺസൾട്ടിംഗ് എന്നും പറഞ്ഞിരുന്നു. അപ്പം വി വാണ്ടഡ് ടു ക്ലാരിഫൈ ദാറ്റ് എക്സാലോജിക് കൺസൾട്ടിംഗ് ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് കൺസൾട്ടിംഗ് ഫേം. അത് എക്സാലോജിക് സൊല്യൂഷൻസുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യാനാണ് നമ്മൾ ഈ പ്രസ് മീറ്റ് കൂട്ടിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കേരളമാകെ ആകാംക്ഷയോടെ കാത്തിരുന്ന വിഷു ബമ്പർ ഭാഗ്യശാലിയെ ഒടുവിൽ കണ്ടെത്തി.
ഒന്നാം സമ്മാനമായ 12 കോടി അടിച്ച ടിക്കറ്റിന്റെ ഉടമ ആലപ്പുഴ പഴവീട് സ്വദേശി വിശ്വംഭരനാണ്. CRPF റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് ഈ 76-കാരൻ. എടുക്കും ആഴ്ചയിൽ ഒരു 3-4 എടുക്കും. അപ്പോൾ വീടൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം, അത്രേ ഉള്ളൂ. പഴയ വീടൊക്കെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, അങ്ങ് ചേട്ടൻ്റെ മക്കള് ചേച്ചിയൊക്കെ ഉണ്ട്, പിള്ളേരൊക്കെ ഉണ്ട്. ഇനി പഠിച്ചൊക്കെ വരണം, 2 പിള്ളേരൊക്കെ ഉണ്ട്. അവർ പഠിച്ച് അവരെ ഒരു നല്ല നിലയിൽ എത്തിക്കണം. 5 വർഷമായി സ്ഥിരം ലോട്ടറി എടുക്കാറുള്ള വിശ്വംഭരനെ തേടി 5000 രൂപയ്ക്ക് മുകളിൽ സമ്മാനം എത്തുന്നത് ആദ്യമായാണ്. ഇത്തവണ 2 വിഷു ബമ്പറുകളാണ് എടുത്തത്. ആദ്യത്തേത് പഴവീട്ടിലെ സബ് ഏജന്റ് ജയലക്ഷ്മിയുടെ കയ്യിൽ നിന്നെടുത്ത് സഹോദരിയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. രണ്ടാമത്തേത് പഴവീട് ദേവീക്ഷേത്രത്തിന് സമീപത്തെ ലോട്ടറി കടയിൽ നിന്നെടുത്ത് സ്വന്തം കയ്യിലും സൂക്ഷിച്ചു. സഹോദരി അലമാരയ്ക്കുള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ലോട്ടറിയെയാണ് ഭാഗ്യദേവത കടാക്ഷിച്ചത്. ചൊവ്വാഴ്ചയിലെ സ്ത്രീശക്തി ലോട്ടറിയിൽ വിശ്വംഭരന് 5000 രൂപ സമ്മാനം അടിച്ചിരുന്നു. ബമ്പർ ടിക്കറ്റും സ്ത്രീശക്തി ടിക്കറ്റും ഒരുമിച്ചാണ് ഫെഡറൽ ബാങ്ക് മുല്ലക്കൽ ശാഖ അധികൃതർക്ക് കൈമാറിയത്. ബാങ്കിൽ കൊടുക്കണം. ചില്ലറ അടിയൊക്കെ അടിച്ചിട്ടുണ്ടോ? 5000 ആണ് ഏറ്റവും കൂടുതൽ. ഒരു 5000 ഇനിയുണ്ട്, അത് മാറണം. ഇനിയിപ്പോൾ എല്ലാവർക്കും അവിടെ ചെല്ലാൻ പറ്റത്തില്ല. ബാങ്കുകാർ പോലും നമ്മളെ പിണക്കും. പിള്ളേർക്കൊക്കെ വീടൊക്കെ 2 പെൺപിള്ളേരൊക്കെ പഠിക്കുന്നു, അവരെയൊക്കെ വിവാഹം ചെയ്ത് നല്ല വീടണം, അത്രേ ഉള്ളൂ. അതിനൊക്കെ ഉള്ളൂ ഇപ്പോൾ ഇന്നത്തെ കാലത്ത്, അതിനൊക്കെ ഉള്ളൂ. 1968 CRPFൽ റിക്രൂട്ട്മെന്റ് ലഭിച്ച വിശ്വംഭരൻ 20 വർഷത്തെ സേവനത്തിന് ശേഷം ലാൻസിയാക്ക് പദവിയിലിരിക്കെയാണ് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തത്. തുടർന്ന് എറണാകുളത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ദീർഘകാലം സെക്യൂരിറ്റിയായി പ്രവർത്തിച്ചു. കോവിഡ് കാലത്താണ് ജോലി ഉപേക്ഷിച്ചത്. CRPFൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച തുക കൊണ്ട് ഭാര്യ പ്രസന്നകുമാരിയുടെ നാടായ ഹരിപ്പാട് വീട് പണിതു. ഇതിനിടെ മക്കളായ വീണയുടെയും വിദ്യയുടെയും വിവാഹം നടത്തി. ഹരിപ്പാട് വീട് വെച്ചെങ്കിലും കുടുംബ വീടായ പഴവീടുമായുള്ള ബന്ധം ഉപേക്ഷിച്ചില്ല. വിശ്വംഭരൻ ഉൾപ്പെടെ 4 സഹോദരങ്ങൾക്കാണ് ഇവിടെ സ്വത്ത് വിഹിതമുള്ളത്. ബമ്പർ ലഭിച്ചതോടെ കുടുംബ സ്വത്തിന്റെ വിഹിതം തനിക്ക് വേണ്ടെന്ന് വിശ്വംഭരൻ തീരുമാനമെടുത്തു. ഹരിപ്പാടുള്ള വീട്ടിലാണ് ഭാര്യയും സ്കൂൾ അധ്യാപികയായ ഇളയ മകളും കുടുംബവും താമസിക്കുന്നത്. മൂത്ത മകൾ ടെക്നോ പാർക്ക് ജീവനക്കാരിയാണ്. മക്കൾ ഇരുവരുമാണ് സമ്മാനത്തിന് അവകാശികളെന്ന് വിശ്വംഭരൻ പറഞ്ഞു. സമ്മാനത്തുക എങ്ങനെ വിനിയോഗിക്കണമെന്നതിൽ നിലവിൽ മനസ്സിൽ പദ്ധതികളൊന്നുമില്ല. അർഹരെ സഹായിക്കുമെന്ന നിലപാടാണ് വിശ്വംഭരന്. 24 ആലപ്പുഴ. അതേസമയം വിഷു ബമ്പർ ഒറ്റയക്കത്തിന്റെ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ടതിന്റെ കടുത്ത നിരാശയിലാണ് ആലപ്പുഴ കല്ലുപാലം സ്വദേശി സുഗുണൻ. VC 490987 ടിക്കറ്റിനെ ഭാഗ്യദേവത കടാക്ഷിച്ചപ്പോൾ ഇതേ സീരീസിലെ 86, 88 നമ്പർ ടിക്കറ്റുകൾ സുഗുണന്റെ കൈവശമുണ്ടായിരുന്നു. വിഷു ബമ്പറിലെ ഭാഗ്യശാലി വിശ്വംഭരന്റെ അയൽവാസി കൂടിയാണ് സുഗുണൻ. ഭാഗ്യക്കുറിയിൽ സ്ഥിരം പരീക്ഷണം നടത്തുന്ന ആളാണ് കൂലിപ്പണിക്കാരനും ഹോം കെയർടേക്കർ കൂടിയായ സുഗുണൻ. കഴിഞ്ഞ ഓണം ബമ്പറിന് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമായി 15ഓളം ടിക്കറ്റുകൾ എടുത്തു. ഇത്തവണ വിഷു ബമ്പർ തൊട്ടരികിൽ കൈവിട്ടതിന്റെ ഞെട്ടലിലാണ് സുഗുണൻ. എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഇതായിപ്പോയി. കാരണം പെട്ടെന്നൊരു ഞെട്ടലായിപ്പോയി. കാരണം ഇത്രയും 12 കോടി തൊട്ടരികിൽ വന്ന് അതിൻ്റെ തലേ ദിവസം എനിക്കൊരു നമ്പറിന് ഇതുപോലെ 5000 രൂപ എനിക്ക് പോയി. അപ്പോൾ വന്നപ്പോൾ ഭയങ്കര ശരിക്കും പ്രയാസം, ഭയങ്കര ടെൻഷനായിരുന്നു. ഓണം ബമ്പർ 15-20 നമ്പറേ ഞാൻ എടുത്തിട്ടുണ്ട്. ചേർത്തല, എറണാകുളം, തൃശ്ശൂർ, ആ റൂട്ടിലൊക്കെ എങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് പോകുന്ന വഴിക്ക് എവിടുന്ന് എല്ലായിടത്തും ഞാൻ എടുക്കും. നമുക്ക് എന്തെങ്കിലും അടിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. വിഷു ബമ്പർ സമ്മാനമായ 12 കോടിയുടെ ലോട്ടറി വിറ്റ ആലപ്പുഴ പഴവീട്ടിലെ ജയലക്ഷ്മിയുടെ പെട്ടിക്കടയിൽ നിന്നാണ് സുഗുണൻ മിക്കവാറും ടിക്കറ്റുകൾ വാങ്ങാറുള്ളത്. കഴിഞ്ഞ ദിവസം കടയിലെത്തിയപ്പോൾ ജയയുടെ നിർബന്ധപ്രകാരം ഈ 2 ടിക്കറ്റുകളും എടുത്തു. ഒന്നാം സമ്മാനത്തിന്റെ ടിക്കറ്റിന്റെ വലതും ഇടതും ഇരുന്ന ടിക്കറ്റുകളാണ് സുഗുണൻ എടുത്തത്. ബമ്പർ സമ്മാനം അറിഞ്ഞപ്പോൾ ജയ ആദ്യം സുഗുണനെയാണ് വിളിച്ചത്. തനിക്കല്ല ടിക്കറ്റ് അടിച്ചതെന്ന് സുഗുണൻ അറിയിച്ചതോടെയാണ് ജേതാവിന് വേണ്ടിയുള്ള അന്വേഷണം തന്നെ പിന്നീട് ആരംഭിച്ചത്. 24 ആലപ്പുഴ. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. വടകരയിലെ വിവാദമായ കാഫിർ പരാമർശമുള്ള സ്ക്രീൻഷോട്ടിനെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി കുറ്റ്യാടി മുൻ MLA KK ലതികയുടെ മൊഴിയെടുത്തു. 2 ദിവസം മുൻപ് വടകര SHOയുടെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുത്തത്. വിവാദ സ്ക്രീൻഷോട്ട് KK ലതിക ഷെയർ ചെയ്തിരുന്നു. സമീർ C മുഹമ്മദ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതിൽ ഈ ഇത്തരം പരാമർശമുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇതൊക്കെ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുക, ഇതൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വടകരയിലെ രാഷ്ട്രീയ ചർച്ച കൂടിയാണ്. അതിലെന്തൊക്കെയാണ് പുതുതായി നടന്നത്? മുൻ MLA എന്താണ് പോലീസിനോട് ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്ന മൊഴി?
വിജയകുമാർ തെരഞ്ഞെടുപ്പിന്റെ തലേന്നാണ് വലിയ രീതിയിലുള്ള വർഗീയ പരാമർശം നിലനിൽക്കുന്ന ഒരു പോസ്റ്റ് പ്രചരിക്കുന്നത്. വാട്സപ്പ് ഗ്രൂപ്പുകളിലായിരുന്നു ഈ പോസ്റ്റ് പ്രചരിപ്പിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടാവുകയും ചെയ്തു. കാഫിറായ സ്ത്രീക്ക് വോട്ട് ചെയ്ത് എന്നായിരുന്നു അതിൽ അഭ്യർത്ഥന. അത് വന്നതാവട്ടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിട്ടുള്ള യൂത്ത് ലീഗ് പ്രവർത്തകനായിട്ടുള്ള കാസിമിന്റെ പേരിലുമാണ്. ഇതാണ് വലിയ രീതിയിൽ അത് പ്രചരിപ്പിക്കപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം LDF ആണ് പോലീസിൽ പരാതി നൽകിയത്. അതുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്തു. അതിന് പിന്നാലെ ഇത് UDFന്റെ ഭാഗത്തു നിന്നല്ല, ലീഗിന്റെ പ്രവർത്തകരല്ല ഇത്തരം പ്രവൃത്തി ചെയ്തത് എന്ന് വിശദീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് UDFും പരാതി നൽകി. അതിലും പോലീസ് കേസെടുക്കുകയും FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണ സംഭവങ്ങൾക്ക് ഇടയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം വിളിച്ച ആ വേളയിലും സർവകക്ഷി യോഗവുമായിക്കൊണ്ടൊക്കെ തങ്ങൾ എല്ലാ അർത്ഥത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. ആരാണ് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശം നടത്തിയത് എന്ന് അത് സത്യസന്ധമായി അതിന്റെ കുറ്റക്കാരെ സത്യസന്ധമായിട്ടുള്ള അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് UDF. ഒപ്പം തന്നെ ഈ കാസിമിന്റെ ഫോണ് പോലീസിന് നൽകിയിരുന്നു. 2 തവണ പോലീസിന് അത് സറണ്ടർ ചെയ്യുകയും വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ കാസിമിന്റെ ഫോണിൽ നിന്ന് അത്തരം ഒരു പരാമർശം ഉണ്ടായിട്ടില്ല. അത്തരം ഒരു റൈറ്റ് അപ്പ് തയ്യാറാക്കിയതായിട്ട് ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞുമില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമായി ഉണ്ടാകുന്നില്ല എങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണ് UDF. പ്രത്യേകിച്ചും കെ മുരളീധരൻ MP ഇന്ന് വടകരയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ടല്ലോ. അത് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിലേക്ക് നീളാവുന്ന എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ KK ലതികയുടെ മൊഴിയെടുക്കുന്നു, അവരിത് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ, സൂചനകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇപ്പോൾ നമ്മൾ ഫലപ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴും ഈ വിവാദ വർഗീയ പരാമർശമുള്ള ഈ സ്ക്രീൻഷോട്ടിനെ പറ്റി കേരള പോലീസിന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് പോലീസിനും നാണക്കേടാണല്ലോ. 15 പേരെയാണ് ഇതിനോടകം തന്നെ വടകര SHOയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പരിശോധന നടത്തുകയും മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KK ലതികയുമായി ബന്ധപ്പെട്ടാണ്. അവരുടെ ഫോണിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് KK ലതിക. ആ ഒരു പശ്ചാത്തലത്തിലാണ് മുൻ കുറ്റ്യാടി MLAയുടെ ഫോൺ അതുപോലെ തന്നെ അവരെ വിശദമായിട്ടുകൊണ്ട് മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അവരുടെ വീട്ടിലെത്തിക്കൊണ്ടാണ് SHOയും സംഘവും മൊഴിയെടുത്തത്. 1 മണിക്കൂറിലേറെ നീണ്ട മൊഴിയെടുപ്പാണ് ഉണ്ടായത്. ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില തെളിവുകൾ, ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള വടകര SHO പറയുന്നത്. അതായത് ഈ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലം ഇത് വളരെ ആസൂത്രിതമായിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദ വർഗീയമായിട്ടുള്ള ഒരു പരാമർശം ഉണ്ടായിട്ടുള്ളത്. അത് ബോധപൂർവം സൃഷ്ടിക്കുകയും അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഒരു മതത്തിന്റെ ആളായി ചിത്രീകരിക്കുന്നു. മറ്റേ ഇടത് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശൈലജ ടീച്ചറെ മറ്റൊരു തരത്തിലും അത് വ്യാഖ്യാനിക്കുന്നു. ആ വിധത്തിൽ അത് ബോധപൂർവം ചിലർ നടത്തിയിട്ടുള്ള പരാമർശമാണ് എന്ന് ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. അത് ഏത് ഫോണിൽ നിന്നാണ് വന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം പോലീസിന് അതിന്റെ ഉറവിടം സംബന്ധിച്ച സൂചനകൾ കാര്യമായില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാവുന്നത്. വിവാദ സ്ക്രീൻഷോട്ട് നേരത്തെ KK ലതിക ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മുൻ MLAയുടെ മൊഴി വിശദമായി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. സമീർ C. മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ ഡോക്ടർ ശശി തരൂർ MPയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ശിവകുമാർ പ്രസാദിനെ കസ്റ്റംസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. സ്വർണം കൊണ്ടുവന്ന ഉത്തർപ്രദേശ് സ്വദേശിയെ പ്രതിയാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്വർണ്ണക്കടത്തുകാരെ ഇപ്പോൾ തിരിച്ചറിഞ്ഞു എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. CPMും കോൺഗ്രസും സ്വർണ്ണക്കടത്തുകാരുടെ മുന്നണിയാണെന്ന് വ്യക്തമായതായി BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. ഡൽഹി വിമാനത്താവളത്തിൽ വിദേശത്ത് നിന്നെത്തിയ ആളുടെ കയ്യിൽ നിന്ന് സ്വർണം സ്വീകരിക്കുന്നതിനിടെയാണ് ഡോക്ടർ ശശി തരൂർ MPയുടെ PA ശിവകുമാർ പ്രസാദിനെയും കൂട്ടാളിയെയും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. എയർഡ്രോം എൻട്രി പെർമിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഇയാൾ വിമാനത്താവളത്തിൽ പ്രവേശിച്ചത്. ചോദ്യം ചെയ്ത ശേഷം ശിവകുമാർ പ്രസാദിനെ കസ്റ്റംസ് വിട്ടയച്ചു. സ്വർണം കൊണ്ടുവന്ന UP സ്വദേശിയെ പ്രതിയാക്കി കേസെടുത്ത കസ്റ്റംസ് കൂടുതൽ പേരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതായി അറിയിച്ചു. അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. വിഷയം രാഷ്ട്രീയായുധമാക്കി BJPയും CPIMും രംഗത്തെത്തി. സ്വർണം കടത്തുന്നത് ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തരൂരിന് ഒഴിഞ്ഞുമാറാനാവില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. CPIMും കോൺഗ്രസും സ്വർണ്ണക്കടത്തുകാരുടെ മുന്നണിയാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും വിമർശിച്ചു. സ്റ്റാഫ് ചെയ്ത കുറ്റത്തിന് തരൂർ എന്ത് പിഴച്ചു എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ മറുചോദ്യം. ഏതെങ്കിലും ഒരു PA ആരെങ്കിലും ഒക്കെ ചെയ്തു, PA ആണോ മുൻപത്തെ PA ആണോ എന്നൊക്കെ ആക്ഷേപങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ വരട്ടെ. അല്ല, അത് ശശി തരൂർ എന്ത് പഴിച്ചു,
ആരെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടില്ല. സംഭവത്തിൽ കസ്റ്റംസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 ഡൽഹി. വാർത്താമഴ തുടരുന്നു. ജമ്മുവിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ 21 പേർക്ക് ദാരുണാന്ത്യം, 30 പേർക്ക് പരിക്കേറ്റു. തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാഷ്ട്രപതി അനുശോചനം അറിയിച്ചു. ജമ്മു പൂഞ്ച് ദേശീയപാതയിൽ രജൌരിക്കടുത്ത് ചൌക്കി ചൌരയിലാണ് അപകടമുണ്ടായത്. ഉത്തർപ്രദേശിലെ ഹത്രസിൽ നിന്ന് ജമ്മുവിലെ ശിവഖോരിയിലേക്കുള്ള തീർത്ഥാടകരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. നിയന്ത്രണം വിട്ടാണ് ബസ് 150 അടി താഴ്ചയിലേക്ക് മറിഞ്ഞതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. മരിച്ചവർ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന സ്വദേശികളാണ്. ബസ്സിൽ 55ഓളം പേർ ഉണ്ടായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് കുടുങ്ങിക്കിടന്നവരെ പുറത്തെത്തിച്ചത്. അഖ്നൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പലരുടെ നില ഗുരുതരമായി തുടരുന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രധാനമന്ത്രി 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. 24 ഡൽഹി. ലൈംഗികാതിക്രമ കേസിൽ വിദേശത്തൊളിവിലായിരുന്ന JDS നേതാവ് പ്രജ്വൽ രേവണ്ണ ഇന്ന് രാത്രി ബംഗളൂരുവിൽ തിരിച്ചെത്തും. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് ലുഫ്താൻസ എയർലൈൻസിന്റെ വിമാനത്തിൽ യാത്ര തിരിച്ചു. പ്രജ്വലിനെ വിമാനത്താവളത്തിൽ നിന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. വിദേശത്ത് ഒളിവിൽ പോയി 1 മാസത്തിന് ശേഷമാണ് പ്രജ്വൽ രേവണ്ണ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 4:06 പുറപ്പെട്ട വിമാനം രാത്രി 12:30 ബംഗളൂരുവിലെത്തും. വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പ്രജ്വലിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കും. വൻ സന്നാഹമൊരുക്കിയാണ് SITയുടെ കാത്തിരിപ്പ്. നാളെ രാവിലെ 10 മണിക്ക് ഹാജരാകാമെന്ന പ്രജ്വലിന്റെ ആവശ്യം അന്വേഷണ സംഘം അംഗീകരിച്ചില്ല. അറസ്റ്റ് ഒഴിവാക്കാൻ പ്രജ്വൽ രേവണ്ണ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ജാമ്യാപേക്ഷ ഉടൻ പരിഗണിക്കണമെന്ന ആവശ്യം കോടതി നിരാകരിച്ചത് പ്രജ്വലിന് തിരിച്ചടിയായി. അതിനിടെ പ്രജ്വലിനെതിരെ ഹാസനിൽ വൻ പ്രതിഷേധ റാലി നടന്നു. ഇരകൾക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പുരോഗമന സംഘടനകളുടെ കൂട്ടായ്മ എന്ന പേരിലാണ് 100 കണക്കിന് പേർ അണിനിരന്ന പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത്. 24 ബംഗളൂരു. സൗദിയിൽ ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. സൗദിയിലെ ഇന്ത്യൻ എംബസി 15 മില്യൺ റിയാലിന്റെ സർട്ടിഫൈഡ് ചെക്ക് അനുവദിച്ചു. ക്രിമിനൽ കോഡ് ജഡ്ജിന്റെ പേരിലാണ് ചെക്ക് അനുവദിച്ചത്. കോടതി വഴി ചെക്ക് മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് ഉടൻ കൈമാറും. അബ്ദുറഹീമിന്റെ മോചനത്തിനായി ചടുലമായ നീക്കങ്ങളാണ് റിയാദിൽ നടക്കുന്നത്. ദിയാധനമായ 15 മില്യൺ റിയാൽ അഥവാ 34 കോടിയോളം രൂപ റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ എത്തിയതിനു പിന്നാലെ ഈ തുകക്കുള്ള സർട്ടിഫൈഡ് ചെക്ക് എംബസി ഇഷ്യൂ ചെയ്തു. ക്രിമിനൽ കോടതി ജഡ്ജിയുടെ പേരിലാണ് ചെക്ക് ഇഷ്യൂ ചെയ്തത്. മരിച്ച സൗദി പൌരന്റെ പേരിൽ ഉണ്ടാകാനിടയുള്ള അനന്തരാവകാശ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ജഡ്ജിയുടെ പേരിൽ ചെക്ക് ഇഷ്യൂ ചെയ്തതെന്ന് റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചു. ചെക്കിന്റെ പകർപ്പ് അടുത്ത ദിവസം തന്നെ ഗവർണറേറ്റിന് കൈമാറും. ഒറിജിനൽ ചെക്ക് അധികൃതരുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഗവർണറേറ്റിലോ കോടതിയിലോ സമർപ്പിക്കും. ശേഷം മോചനവുമായി ബന്ധപ്പെട്ട് ഇരു കക്ഷികളും അനുരഞ്ജന കരാറിൽ ഒപ്പുവെക്കും. തുടർന്ന് കോടതി പണം സൗദി കുടുംബത്തിന് കൈമാറുകയും അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കുകയും മോചനത്തിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. റിയാദിൽ നിന്നും ഇസ്മായിൽ പയ്യോളിക്കൊപ്പം ജലീൽ കണ്ണമംഗലം, 24. ലണ്ടനിൽ മലയാളിയായ 10 വയസ്സുകാരിക്ക് വെടിയേറ്റു. കൊച്ചി ഗോതുരുത്ത് സ്വദേശി ലിസ മരിയയ്ക്കാണ് വെടിയേറ്റത്. അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ് കുട്ടി. ഗോതുരുത്ത് സ്വദേശികളായ വിനയ അജീഷ് കോൾ ദമ്പതികളുടെ മകളാണ് ലിസ മരിയ. ഇന്നലെ രാത്രി മാതാപിതാക്കൾക്കൊപ്പം ലണ്ടനിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് വെടിയേറ്റത്. ലിസയ്ക്ക് പുറമെ മറ്റു 3 പേർ കൂടി വെടിയേറ്റിട്ടുണ്ട്. വെടിയുതിർത്ത ആളെ കണ്ടെത്താനായിട്ടില്ല. ഗുരുതര പരിക്കുകളോടെ പെൺകുട്ടിയെ ലണ്ടനിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്കാണ് പരുക്ക്. ലിസ മരിയയും കുടുംബവും വർഷങ്ങളായി ബർമിംഗ്ഹാമിലാണ് താമസം. വെടിയുതിർത്ത അജ്ഞാതനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാണ്. 24 കൊച്ചി. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.